വിപണിയിൽ വെളിച്ചെണ്ണ വില ക്രമാതീതമായി ഉയർന്നതോടുകൂടി ആയുർവേദ മരുന്ന് നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ആയുർവേദ മരുന്നുകളിൽ വെളിച്ചെണ്ണ പ്രധാന ഘടകമായിരിക്കുന്ന പല മരുന്നുകളുടെയും ഉൽപ്പാദന ചെലവ് അത് ഏകദേശം 200% വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. പക്ഷേ അതിനാനുപാതികമായി മരുന്നുകളുടെ വില ഉയർത്താനും കഴിയില്ല. കാരണം അത് ഉപയോഗിക്കുന്നവരുടെ മേൽ വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാകും. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആയുർവേദ മരുന്ന് നിർമ്മാണ മേഖല നേരിടുന്നത്. ഉളുക്കിനും ചതവിനും മുതൽ ശരീരത്തിന് പുറമെയുള്ള അസുഖങ്ങൾക്കെല്ലാം മലയാളി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മുറിവെണ്ണ, തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന നീലിഭൃങ്ങാതി, ദുർധുരപത്രാദി മുതൽ പലവിധ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന 100-ലേറെ മരുന്നുകളുടെ പ്രധാന ചേരുവയാണ് വെളിച്ചെണ്ണ. എന്നാൽ ഒരു വർഷത്തിനിടയിൽ വെളിച്ചെണ്ണ വില 200 രൂപയിലധികം ഉയർന്നതോടെ മരുന്ന് നിർമ്മാണം വലിയ വെല്ലുവിളിയാണ്. മുറിവെണ്ണ, നാൽപ്പാമരാതി വെളിച്ചെണ്ണ, നീലിഭൃങ്കാതി വെളിച്ചെണ്ണ, ദിനേശവില്ലാതി വെളിച്ചെണ്ണ, ബലാഗുളിച്ചാതി വെളിച്ചെണ്ണ, അതിലേറ്റവും കൂടുതലായിട്ട് പോകുന്നത് മുറിവെണ്ണയാണ്. കേരളത്തിലെ ആൾക്കാർ നല്ലെണ്ണയിൽ നിന്ന് വെളിച്ചെണ്ണയിലേക്ക് ഒരു ശീലം കൊണ്ടുവന്നത് ആയുർവേദ ഇൻഡസ്ട്രിയാണ്. പക്ഷേ ആ ശീലം നിർത്തിപ്പോയാൽ കേരളത്തിലെ ആൾക്കാർ എണ്ണ ഉപയോഗിക്കുന്നത് ആ സ്വഭാവം മാറുകയും മറ്റു പല തലനീരർക്കും അങ്ങനെ പല അസുഖങ്ങൾക്ക് കാരണങ്ങളുണ്ട്. ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്, വെളിച്ചെണ്ണ ഇറക്കുവാൻ ഇന്ന് നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. ക്രമാതീതമായി വില കൂട്ടുകയാണെങ്കിൽ ജനങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ജനങ്ങൾ ഉപയോഗിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അത് ആയുർവേദ ഇൻഡസ്ട്രി മാത്രമല്ല, ആരോഗ്യരക്ഷയ്ക്കും. കാരണം എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത് കേരളത്തിലൊരു ശീലമാണ്. മരുന്ന് വില കൂട്ടിയാൽ അത് ജനങ്ങൾക്ക് താങ്ങാനാകില്ല. ഉദാഹരണത്തിന് 150 രൂപ വിലയുള്ള ഒരു മരുന്നിന് വെളിച്ചെണ്ണയുടെ ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഉൽപ്പാദന ചെലവ് 230 രൂപയിലധികമാകും. ഒറ്റത്തവണ ഇത്രയും വലിയ വിലവർദ്ധനവ് മരുന്ന് വിൽപ്പനയെ ബാധിക്കും. 450 ml ഒരു കുപ്പി എണ്ണയ്ക്ക് തന്നെ 225 രൂപയോളം വെളിച്ചെണ്ണയ്ക്ക് മാത്രമായി. അത്രയും കടുത്ത പ്രതിസന്ധിയിൽ വെച്ച് വലിയ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നഷ്ടങ്ങൾ ഞങ്ങൾ ശേഖരിക്കുന്നത് 10% ഞങ്ങൾ വില കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ നിലയ്ക്ക് പോയാൽ 10% ഇനിയും കൂട്ടണം. ഈ വില കൂട്ടുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. പക്ഷേ ഗവൺമെൻറ് ഇതിനകത്ത് എന്തെങ്കിലും കണ്ടറിഞ്ഞ് ഒരു സബ്സിഡിയോ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ ആയുർവേദ ഇൻഡസ്ട്രിയോട് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. മുൻപ് വെളിച്ചെണ്ണയ്ക്ക് പകരം ഇത്തരം മരുന്നുകളിൽ നല്ലെണ്ണ ഉൾപ്പെടെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 20 വർഷത്തിലേറെയായി അത് വെളിച്ചെണ്ണയിലേക്ക് മാറിയിട്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് വിരാമമായില്ലെങ്കിൽ ഈ മേഖല പൂർണ്ണമായും തകർന്നു പോകും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.